നായ മനുഷ്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലെത്തുമ്പോൾ ഈ വാചകത്തിന് മറ്റൊരർത്ഥം കൂടി കൈവരുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന നായമാംസം ഉപഭോഗം ഇന്ന് നൈജീരിയയിൽ ഒരു വൻകിട വ്യവസായമായി മാറിയിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയും വിയറ്റ്നാമും കഴിഞ്ഞാൽ ലോകത്ത് നായമാംസം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ മൂന്നാമതാണ് നൈജീരിയ എന്നാണ് റിപ്പോർട്ടുകൾ. ആഫ്രിക്കൻ വൻകരയിൽ ഈ കാര്യത്തിൽ നൈജീരിയ ഒന്നാം സ്ഥാനത്താണ്. നൈജീരിയയിലെ പ്ലാറ്റോ സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ദവാക്കി മാർക്കറ്റ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാണ്. ഇവിടെ നായകളെ ജീവനോടെ വിൽക്കുകയോ മാംസത്തിനായി നേരിട്ട് കൊല്ലുകയോ ചെയ്യുന്നു. നൈജീരിയയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ 404 എന്ന രഹസ്യ പേരിലാണ് നായമാംസം അറിയപ്പെടുന്നത്. ഒരു ചെറിയ നായയ്ക്ക് ഏകദേശം 2000 രൂപ മുതൽ വലിയ നായകൾക്ക് 3500 രൂപ വരെയാണ് ഇവിടെ വില. നായ ഇവിടെ ഒരു വളർത്തുമൃഗമല്ല, മറിച്ച് കേവലം ഒരു വ്യാപാര വസ്തു മാത്രമാണ്. ഈ വ്യാപാരത്തിന്റെ മറ്റൊരു ശ്രദ്ധേയവശം സ്ത്രീകളുടെ ശക്തമായ പങ്കാളിത്തമാണ്. നായ്ക്കളെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് മാർക്കറ്റുകളിൽ എത്തിക്കുന്നതിലും വിലപേശി വിൽക്കുന്നതിലും സ്ത്രീ വ്യാപാരികളാണ് മുൻപന്തിയിൽ. കനോ പോലുള്ള വിദൂര പ്രദേശങ്ങളിൽ നിന്ന് നായ്ക്കളെ എത്തിക്കുന്ന ഒരു വലിയ സംഘടിത ശൃംഖല തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ ഗ്രാമീണ കച്ചവടമല്ല, മറിച്ച് രാജ്യം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമാണ്. എന്തുകൊണ്ടാണ് നൈജീരിയക്കാർ നായമാംസം കഴിക്കുന്നത്? സർവേകൾ പ്രകാരം 64% ആളുകളും ഇതിന്റെ രുചിയാണ് കാരണമായി പറയുന്നത്. എന്നാൽ ചിലർക്ക് നായമാംസം കഴിക്കുന്നത് ആത്മീയ സംരക്ഷണം നൽകുമെന്നും വിഷം കണ്ടെത്താൻ സഹായിക്കുമെന്നുമുള്ള അന്ധവിശ്വാസങ്ങളുമുണ്ട്. ക്രോസ് റിവർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ചില ഗോത്ര ആചാരങ്ങളുടെ ഭാഗമായും നായമാംസം ഉപയോഗിക്കാറുണ്ട്. ചിലർക്ക് ഇതൊരു വിശേഷ വിഭവമാണെങ്കിൽ മറ്റു ചിലർക്ക് ഇതൊരു സാംസ്കാരിക അടയാളമാണ്. ഈ വ്യാപാരം വളരുമ്പോഴും മൃഗക്ഷേമ പ്രവർത്തകർ കടുത്ത പ്രതിഷേധത്തിലാണ്. വീടുകളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന നായ്ക്കളാണ് വിപണിയിൽ എത്തുന്നതിലേറെയും എന്ന ആരോപണം ശക്തമാണ്. കൂടാതെ യാതൊരു വാക്സിനേഷനും ഇല്ലാത്ത നായ്ക്കളെ കൊല്ലുന്നതും മാംസം കൈകാര്യം ചെയ്യുന്നതും റാബീസ് പോലുള്ള മാരക രോഗങ്ങൾ പടരാൻ കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ആധുനിക നൈജീരിയൻ യുവാക്കൾ ഈ ശീലത്തെ എതിർക്കുന്നുണ്ടെങ്കിലും വിപണിയിലെ ഡിമാൻഡ് ഇപ്പോഴും കുറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.